ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ലഡു എന്ന് പറയുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലഡുവാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 100 ml ഗ്ലാസ്സാണ്. അപ്പോൾ 100 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ് കടലമാവാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കടലമാവ് എടുത്ത അതേ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് കട്ടിയില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കട്ട പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായി കറക്കി എടുത്തു കഴിഞ്ഞാൽ കട്ടിയില്ലാതെ കിട്ടുന്നതാണ്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിൽ യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് അതിലും ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ഒന്നും ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത്. ഇനി ബൂന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടാക്കിയിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ടോയെന്ന് അറിയാൻ ഓരോ ഒറ്റ മാവൊന്ന് ഒഴിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ടെങ്കിൽ നന്നായി ചൂടായിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നന്നായി ചൂടായാലാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബൂന്തി തയ്യാറാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു കയ്യിലാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ ബൂന്തി ഉണ്ടാക്കുന്ന കയ്യിലുണ്ടെങ്കിൽ അത് അതിലെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ വീട്ടിലൊക്കെ യൂസ് ചെയ്യണ കയ്യിലെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മാവൊന്ന് കോരി ഒഴിച്ച് കൊടുത്ത് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് അങ്ങനെ ഒന്ന് പരത്തിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും നല്ല വലിയ ബോളുകളായിട്ടുള്ള ബൂന്തി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരേ സ്ഥലത്ത് കട്ട പിടിച്ച് പോവും. പിന്നെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ ഓരോ മാവ് തുള്ളി വീഴുന്നതും ശരിക്കും നല്ല ബൂന്തിയായിട്ട് തന്നെ വരും. അപ്പോൾ എണ്ണ ചൂടായിട്ടില്ലെങ്കിൽ അതെല്ലാം കൂടി ഒരേ സ്ഥലത്ത് കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ ബൂന്തി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചുറ്റിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. അതേപോലെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ടാവണം. അപ്പോൾ ഇതെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. അതിനുശേഷം ബൂന്തി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കരുത്. നന്നായി ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര ലൈൻ അതിൽ പിടിക്കില്ല. അപ്പോൾ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്ത് വരണമെന്ന് കാണുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടതാണ്. ഇപ്പോൾ ചെറുതായി ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതേപോലെ എല്ലാ ബൂന്തിയും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ബൂന്തിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. അതായത് ഒരുപാടൊന്നും പൊടിച്ചെടുക്കരുത്, ചെറിയൊരു രീതിയിൽ ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാനിലേക്ക് 1.5 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടലമാവും വെള്ളവും എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ പഞ്ചസാര എടുക്കുന്നത്. 1.5 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ പഞ്ചസാര ലൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ, വെളിച്ചെണ്ണ അതിൻ്റെയൊക്കെയുള്ള ഒരു കൺസിസ്റ്റൻസി പോലെയാണ് ഈ പഞ്ചസാര ലൈൻ എടുക്കേണ്ടത്. അപ്പോൾ അത്രയും ഒരു കട്ടി മാത്രം മതിയാവും. ഒരുപാട് നൂലൊട്ടുന്ന പോലെ പഞ്ചസാര ലൈൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്നും കൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ബൂന്തി ചേർത്ത് കൊടുക്കാം. ബൂന്തി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ ഇളക്കി കൊടുക്കുമ്പോൾ പാനിൽ നിന്നും ചെറുതായി വിട്ട് വരുന്ന രീതിയിലാവുന്നത് വരെ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം 1/2 മണിക്കൂർ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ഈ ബൂന്തിയിൽ പഞ്ചസാര ലൈനെല്ലാം നന്നായി പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി വറുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇനി നമുക്ക് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാവുന്നതാണ്.
അപ്പോൾ ഞാനിവിടെ എല്ലാ ലഡുവും ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് 8 ലഡുവാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഇപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.